എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വിളവെടുപ്പാണ്. അപ്പം എല്ലാ ചെടിയും ഒന്നും തന്നെ കായ്ഫലമായി തുടങ്ങിയിട്ടില്ല, എങ്കിലും ഉള്ളതൊക്കെ നമുക്ക് ഇന്ന് വിളവെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇനി നിർത്തിക്കഴിഞ്ഞാൽ ചിലത് അതൊക്കെ മൂത്തു പോകും. ഉള്ളത് വെച്ച് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് ഇന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അവധിക്കാലം തുടങ്ങിയതുകൊണ്ടും കുട്ടികളും വിളവെടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആദ്യം നമ്മൾ കോവലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോവലിലുള്ള കായ്കളെല്ലാം തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വെണ്ടയാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. വെണ്ടയിൽ നിന്ന് ഉള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അധികം വലിപ്പം വെക്കുന്ന വെണ്ടയല്ല, ഇപ്പോഴേ പറിച്ചില്ലെങ്കിൽ അത് പിന്നെ മൂത്തു പോകും. പിന്നെ നമ്മൾക്കുണ്ടല്ലോ ബർഗർ ലീഫ് നമുക്ക് കിട്ടി, അത് അമ്മ മേടിച്ച വെണ്ടക്കയും കൂടെ കിട്ടും. നമുക്ക് നാളെ പറിക്കാനേ പാകമാവത്തുള്ളൂ. നമുക്ക് എന്തായാലും സാമ്പാറിൽ തുടങ്ങാം. സാമ്പാർ ഇപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പോകാം. 4 എണ്ണവും 3 കോവക്കയും നല്ല ഫ്രഷ് ആയിരിക്കുവാണ്. നമുക്കിന്ന് കഴുകിയിട്ട് തിന്നാം, സാമ്പാറിൽ ഇടാം, തിന്നാം, ചോറായിട്ട് തിന്നാം, എല്ലാം ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ മോനെ? നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതെ, എന്റെ ചാനലിലെ ഇത് ലൈക്ക് വെണ്ടക്കയോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 കോവക്കയും കിട്ടി, 4 മുളകും കിട്ടി, 4 വെണ്ടക്കയും കിട്ടി. നല്ല രസം ഇനി കാണാൻ കേട്ടോ. അങ്ങനെ ആദ്യ വിളവെടുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു ഇറങ്ങിവരവാണ്. വളരെ സന്തോഷമായി കൊച്ചിനൊക്കെ. പച്ചക്കറിയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകും. വാ, നമുക്ക് പാവയ്ക്കാ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് പോവാം. അങ്ങനെ പടവലവും മറ്റ് പച്ചക്കറികളെല്ലാം തന്നെ പൂവിട്ട് തുടങ്ങി. പക്ഷേ എല്ലാത്തിലും കായ് ആയി തുടങ്ങിയിട്ടില്ല. പക്ഷെ വെണ്ട എല്ലാം തന്നെ പൂവിട്ടു കായ്ച്ചു തുടങ്ങി. വെണ്ടയാണ് നമ്മൾ ആദ്യം വെച്ച സെറ്റിലുള്ളതും. അങ്ങനെ എല്ലാം തന്നെ ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ്. എല്ലാത്തിലും തന്നെ കായായി. അങ്ങനെ നമ്മൾ 2ാം ദിവസവും വിളവെടുപ്പിനായി വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം വിളവെടുത്തപ്പോൾ കുറച്ചൊക്കെ പാകമായിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം പറിക്കാനുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2ാം ദിവസത്തെ വിളവെടുപ്പൂടെ കാണിക്കുകയാണ്. ശരി, വാ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെല്ലിക്കുട്ടി വാ. അങ്ങനെ പാവയ്ക്കയും നമ്മൾ കൂട്ടിലാക്കി. ഇന്നലെ നമ്മൾ കണ്ട പാവയ്ക്ക എല്ലാം തന്നെ കൂട്ടിലാക്കി. 3 എണ്ണം ഉണ്ടായിരുന്നു. മുളക് എന്താണെന്നറിയില്ല, ചെറിയ മുരടിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം മുരടിപ്പിന് പറ്റിയ ഒരു ബെസ്റ്റ് ഹോം റെമഡി ആയിട്ട് ഞാൻ അടുത്ത വീക്ക് വരുന്നതാണേ. വേനൽ മഴ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പായത് നമ്മുടെ കറിവേപ്പിനാണ്. കറിവേപ്പ് നല്ല രീതിയിൽ തളിരിട്ട് വളർന്നു വരുന്നുണ്ട്. 6 കോവക്കയും 6 കോവക്കയും പിന്നെ ഇത് വെണ്ടക്കയാണ്. മിടുക്കി, എന്റെ കുഞ്ഞിന് ഇതൊക്കെ പഠിച്ചല്ലേ? വെണ്ടയ്ക്ക പിന്നെ കറിവേപ്പില. എന്തോ കോവയ്ക്ക. ഹാപ്പി ആയോ? ശരി, മതി, കഴുകാം. നമുക്ക് കഴുകിയിട്ട് തരാമോ കേട്ടോ? അങ്ങനെ അവർ ഹാപ്പിയായി. ഒപ്പം ഞാനും. കാരണം നമ്മൾ കിളിപ്പിച്ചെടുത്ത ചെടിയിൽ നിന്നും ഇതുപോലെ കായ്കളൊക്കെ പറിച്ചെടുത്ത് കറി വയ്ക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച ഞാനൊരു യൂസ്ഫുൾ ടിപ്പുമായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുളകിനൊരു മുരടിപ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ കിഡിലൻ ഒരു സൊല്യൂഷനുമായിട്ടാണ് വരുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സൊല്യൂഷനുമായിട്ടാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിഡിലൻ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.